നമസ്കാരം. കോമ്പറ്റേറ്റീവ് കോപ്പറേറ്റീവ് എക്സാം ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 4 ക്ലാസ്സുകൾ ഓൾറെഡി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. സഹകരണ മേഖലയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട സഹായങ്ങൾ, പഠനപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും പിന്തുണയുമായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ സിലബസും കവർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾ ഈ കഴിഞ്ഞ 4 ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവര് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ 4ന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കാണുക കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ICA ആണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ICA? ICA എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. എന്നാണ് ICA എസ്റ്റാബ്ലിഷ് ചെയ്തത്? നിലവിൽ വന്നതെന്നാണ്? 1895 ICA നിലവിൽ വന്നത്. 1895 ഓഗസ്റ്റ് 18 കേട്ടോ. ഓഗസ്റ്റ് 18 ICA നിലവിൽ വന്നത്. ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ ബ്രസൽസ് ആണ്, ബെൽജിയം കേട്ടോ. ബ്രസൽസ് മറന്നുപോകല്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ICA എന്ന് പറയുമ്പോൾ ലോകമെമ്പാടുമുള്ള സഹകരണ സംഘങ്ങൾക്കായുള്ള അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് ICA. മറന്നുപോകല്, അപ്പെക്സ് ഓർഗനൈസേഷൻ ഫോർ കോപ്പറേറ്റീവ് വേൾഡ് വൈഡ് ആണ് ICA എന്ന് പറയുന്നത്. പിന്നെ ICAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് 1895 മുതൽ 1982 വരെ, അതായത് തുടങ്ങിയപ്പോൾ ലണ്ടനിലായിരുന്നു, ഇംഗ്ലണ്ടിലെ ലണ്ടൻ ആയിരുന്നു. അതായത് 1895 മുതൽ 1982 വരെ ലണ്ടനിലായിരുന്നു. പിന്നീട് 1982 മുതൽ 2013 വരെ ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് മാറ്റിയത്. പിന്നീട് 2013 മുതൽ ഇപ്പോൾ നിലവിൽ ബ്രസൽസ് ആണ് കേട്ടോ. ബെൽജിയം ബ്രസൽസ് ആണ്, അത് ഓർത്തു വെക്കുക. പിന്നെ സുപ്രീം അതോറിറ്റി ഓഫ് ICA ചോദിക്കുവാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഏതാണ്? ജനറൽ അസംബ്ലി ആണ് കേട്ടോ. ജനറൽ അസംബ്ലി ആണ് സുപ്രീം അതോറിറ്റി ഓഫ് ICA എന്ന് വെച്ചാൽ ജനറൽ അസംബ്ലി ആണ്, അത് ഓർത്തു വെക്കുക. ജനറൽ അസംബ്ലി ആണ്, അത് ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ ICA കോൺഗ്രസ്, ICAയുടെ കോൺഗ്രസ് ഉണ്ട്. അപ്പൊ ICA കോൺഗ്രസ് വർഷത്തിൽ 3 വർഷത്തിൽ ഒരിക്കലാണ് ICAയുടെ കോൺഗ്രസ് കൂടുന്നത്, അത് ഓർത്തു വെക്കുക. പിന്നെന്താണ്? ആദ്യ ICA കോൺഗ്രസ് എവിടെ വെച്ച് നടന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. ആദ്യ ICA കോൺഗ്രസ് എവിടെ വെച്ച് നടന്നു ചോദിക്കാം. ലണ്ടനിൽ വെച്ച് നടന്നു കേട്ടോ. അതുപോലെ തന്നെ ICAയുടെ ജനറൽ അസംബ്ലി 2 വർഷത്തിൽ ഒരിക്കൽ ചേരും, അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ICAയുടെ ജനറൽ അസംബ്ലി 2 വർഷത്തിൽ ഒരിക്കൽ ചേരുന്നു. ICA കോൺഗ്രസ് 3 വർഷത്തിൽ ഒരിക്കൽ ചേരുന്നു. ആദ്യ ICA കോൺഗ്രസ് നടന്നത് ലണ്ടനിൽ വെച്ചാണ്. പിന്നെ ICAയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് അർജന്റീനയിൽ നിന്നുള്ള ഏരിയൽ ഗ്വാർഗോ ആണ് കേട്ടോ. 2017 മുതൽ ICAയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ അർജന്റീനക്കാരനായിട്ടുള്ള ആരാണ്? ഏരിയൽ ഗാർഗോയാണ്. 2017 മുതൽ, അത് ഓർത്തു വെക്കുക കേട്ടോ. 2017 മുതൽ ആരാണ്? ഏരിയൽ ഗാർഗോ ആണ്. ICAയുടെ ഡയറക്ടർ ജനറൽ ചോദിക്കുവാണെങ്കിൽ ബ്രൂണോ റോളൻസ് ആണ് കേട്ടോ. ബ്രൂണോ റോളൻസ് ആണ് 16ാമത്തെ ഡയറക്ടർ ജനറൽ ആണ് അദ്ദേഹം കേട്ടോ. ഓർത്തു വെക്കണം, 16ാമത്തെ ഡയറക്ടർ ജനറൽ ആണ് അദ്ദേഹം. പിന്നെ ICAയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഡോം പൗളിൻ ഗ്രീൻ ആണ് കേട്ടോ. ഡോം പൗളിൻ ഗ്രീൻ ആണ്, UK കാരിയാണ് കേട്ടോ. ഓർത്തു വെക്കണം, ആരാണ്? UK കാരിയാണ്. അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ICAയുടെ എക്സിക്യൂട്ടീവ് അംഗം ആരെന്ന് വെച്ചാൽ രാംദാസ് പന്തലു ആണ്. രാംദാസ് പന്തലു ഇന്ത്യയിൽ നിന്നുള്ള ICAയുടെ ആദ്യ എക്സിക്യൂട്ടീവ് അംഗമാണ് കേട്ടോ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ എക്സിക്യൂട്ടീവ് അംഗമാണ് ICAയുടെ. ആരാണ്? രാംദാസ് പന്തലു. ഓർത്തു വെക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കുക. പിന്നെ ICAയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് എന്ത്? ഇൻഡോടെക്. മറന്നുപോകല്, എന്താണ്? ഇൻഡോടെക്. ICAയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്, ഒരു ഓർഗനൈസേഷൻ ആണ് ഇൻഡോടെക്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇൻഡോടെക് ഈസ് associated with
IC ആണ് ആൻസർ വരുന്നത് കേട്ടോ, അത് ഓർത്ത് വെക്കുക. പിന്നെ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ IC ആണ് കേട്ടോ. അത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ IC ആണ്, അത് ഓർത്ത് വെക്കുക. സീമാസ്, ഇപ്പൊ ICയുടെ വിദ്യാഭ്യാസ പരിപാടി എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? സീമാസ് ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. സീമാസ്, CEMAS, സീമാസ് ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ICയുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ആണ് കേട്ടോ. പിന്നെ ICയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ന്യൂ സെഞ്ചുറി ഹാൾ ICയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കേട്ടോ. ന്യൂ സെഞ്ചുറി ഹാൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ICA എന്ന് യാതൊരു മടിയും കൂടാതെ എഴുതാം. ഓക്കെ. പിന്നെ ICയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സഹകരണ ട്രേഡ് ഡയറക്ടറി, ICA ബുള്ളറ്റിൻ, ഇതൊക്കെയാണ് കേട്ടോ. എന്താണ്? സഹകരണ ട്രേഡ് ഡയറക്ടറി ഉണ്ട്, ICA ബുള്ളറ്റിൻ ഉണ്ട്, അത് ഓർത്ത് വെക്കുക. പിന്നെ അംഗരാജ്യങ്ങൾ കൂടുതലുള്ള ലോകത്തിലെ രണ്ടാമത്തെ വലിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ IC ആണ് കേട്ടോ. അംഗരാജ്യങ്ങൾ കൂടുതലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന, ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ഇൻ ദ വേൾഡ് വിച്ച് ഹാവ് മോർ മെമ്പർ നേഷൻസ്, ഓർത്തു വെക്കണേ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ICA റോപ്പിനെ പറ്റിയാണ് അല്ലെ. ICA റോപ്പ് എന്താണ്? റോപ്പ് എന്തുവാ? റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക്, അത് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. പിന്നെ ICയുടെ റോപ്പ് ആരാ ഇനാഗ്രേറ്റ് ചെയ്തതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ്? നെഹ്റു ആണ്. 1960 നവംബർ 14 നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത്. ഏഷ്യ പസഫിക്കിനുള്ള പ്രാദേശിക ഓഫീസ് ബോണ ഹൗസ്, കേട്ടോ? ബോണ ഹൗസിനെ പറ്റി ICA റോപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ബോണ ഹൗസ് കേട്ടോ. അപ്പം റോപ്പ് ROAP റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് ആണ്. ഏഷ്യ പസഫിക്കിലുള്ള പ്രാദേശിക ഓഫീസാണ്. ബോണ ഹൗസ് എന്ന് കേട്ടോ. ബോണ ഹൗസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. ബോണ ഹൗസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ICA റോപ്പ് കേട്ടോ. ബോണ ഹൗസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ICA റോപ്പ്. ഒന്നുകൂടെ പറയാം. ICA റോപ്പ് വാസ് ഇനാഗ്രേറ്റഡ് ബൈ നെഹ്റു ഓൺ എന്താണ്? 1960 നവംബർ 14. സിറ്റുവേറ്റഡ് അറ്റ് KA റോഡ് ന്യൂഡൽഹി കേട്ടോ. ICA റോപ്പ് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്? KA റോഡ് ന്യൂഡൽഹി ആണ്. പിന്നെ റോപ്പ് എന്ന് വെച്ചാൽ റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ബോണ ഹൗസ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചോദിച്ചാൽ ബോണ ഹൗസ് ഇസ് റിലേറ്റഡ് ടു ICA അല്ല, ICA റോപ്പാണ്. അതാ ഞാൻ ഒന്നുകൂടെ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, ഓർത്തു വെക്കുക. പിന്നെ ലാസ്റ്റ് ജനറൽ അസംബ്ലി ഓഫ് ICA എന്നാണ്? ലാസ്റ്റ് ജനറൽ അസംബ്ലി 2020 2020 വാസ് ഹെൽഡ് വെർച്വലി ഓൺ 3rd September 2020. ഓർത്ത് വെക്കണം കേട്ടോ. ജനറൽ അസംബ്ലി ഓഫ് ദി ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA വാസ് ഹെൽഡ് വെർച്വലി ഓൺ 3rd September 2020. അത് ഓർത്തു വെക്കുക. ഓക്കെ. അതുപോലെ ICയുടെ ഒഫീഷ്യൽ ജേണൽ ഏതാണെന്ന് ചോദിക്കാം. അത് ഒഫീഷ്യൽ ജേണൽ ഓഫ് ICA പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? റിവ്യൂ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ആണ് കേട്ടോ. അപ്പൊ ICയുടെ എന്താണ് ഒഫീഷ്യൽ ജേണൽ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഏതാണ്? റിവ്യൂ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ആണ് കേട്ടോ. ഔദ്യോഗിക ജേണൽ ചോദിക്കാം. എന്താണ്? റിവ്യൂ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. റിവ്യൂ ഓഫ് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ്സ് ആണ്. പിന്നെ അതുപോലെ നമ്മുടെ ICയുടെ ഫ്ലാഗ്, നമ്മൾ ICയുടെ ഫ്ലാഗിലേക്ക് വരുവാണ്, കോപ്പറേറ്റീവ് ഫ്ലാഗിലേക്ക് വരുവാണ് കേട്ടോ. അപ്പം ഈ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ആരാണ് ഡിസൈൻ ചെയ്തത്? ആരാണ്? ചാൾസ് ഗേഡ് ആണ് ICയുടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത്. അപ്പൊ ഡിസൈൻഡ് ഇൻ ചോദിക്കുവാണെങ്കിൽ 1921 അതായത് 1921 കോപ്പറേറ്റീവ് ഫ്ലാഗ് സ്ഥാപിച്ചത്. പിന്നെ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ 1923 അത് ഹോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ 1924 അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ 1925 കേട്ടോ. അപ്പം കോപ്പറേറ്റീവ് ഫ്ലാഗ് സ്ഥാപിച്ചത് 1921 അത് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ചെയ്തതെന്ന് വെച്ചാൽ 1923 ഹോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഹോസ്റ്റഡ് ഇൻ ചോദിക്കുവാണെങ്കിൽ പരീക്ഷയ്ക്ക് 1924 എഴുതണം. അഡോപ്റ്റഡ് ഇൻ ചോദിക്കുവാണെങ്കിൽ 1925 എഴുതണം കേട്ടോ. അപ്പൊ ആരാണ് ICയുടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്തതാരെന്ന് ചോദിച്ചാൽ ആരാണ്? രൂപകൽപ്പന ചെയ്തതാരാണ്? ചാൾസ് ഗേഡ് ആണ് കേട്ടോ. ICയുടെ ഫ്ലാഗ് രൂപകൽപ്പന ചെയ്തതെന്ന് ചോദിച്ചാൽ ആരാണ്? ചാൾസ് ഗേഡ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മറക്കല്ല, ഓർത്തു വെക്കണേ.
അതുപോലെ തന്നെ ഈ ചാൾസ് ഗേഡ് ആരാന്ന് ചോദിച്ചാൽ ഒരു ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ. ഒരു സഹകാരിയും അതോടൊപ്പം തന്നെ ഫ്രഞ്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ് ഈ ചാൾസ് ഗേഡ് എന്ന് പറയുന്നത് കേട്ടോ. മറന്നുപോകല്ലേ, പഠിച്ചു വെക്കണേ, ഓർക്കണേ. പിന്നെ നമുക്ക് ഈ പതാക, നമ്മുടെ ഈ ഒരു കോപ്പറേറ്റീവ് ഫ്ലാഗ് ആരാണ്, ഹു സജസ്റ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെർണാഡ് ഡോട്ട് ആണ് കേട്ടോ. ബെർണാഡ് ഡോട്ട് ആണ്, അത് മറന്നു പോകല്ല. ആരാണ്? ബെർണാഡ് ഡോട്ട് ആണ് കേട്ടോ. ബെർണാഡ് ഡോട്ട് ആണ്, അത് നിങ്ങൾ ഓർത്തു വെക്കുക. ബെർണാഡ് ഡോട്ട് ആണ് കേട്ടോ, ബെർണാഡ് ഡോട്ട്. പിന്നെ ഈ ഒരു ഫ്ലാഗിന്റെ ഏറ്റവും മുകളിൽ ഏത് കളറാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? ടോപ്പ് ഏതാണ്? പറഞ്ഞേ, ഏതാണ്? ചുവപ്പ് കളറാണ് കേട്ടോ. ചുവപ്പ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെ എനിക്കങ്ങ് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി. പതാകയുടെ ഏറ്റവും മുകളിൽ ചുവപ്പ് നിറവും ഏറ്റവും താഴെ ഏതാണ്? വയലറ്റ് നിറവുമാണ്. മറന്നു പോകല്ലേ, ഏറ്റവും മുകളിൽ ചുവപ്പ് നിറവും ഏറ്റവും താഴെ വയലറ്റ് നിറവുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ചാൾസ് ഗേഡ് ചൂണ്ടിക്കാട്ടിയത്, അതായത് ഈ ഒരു ചാൾസ് ഗേഡ് ഇതിനെപ്പറ്റി പറഞ്ഞത്, ഒരു പോയിന്റ് ഔട്ട് ചെയ്തൊരു വേർഡുണ്ട്. അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ചാൾസ് ഗേഡ് ഇതിനെ വിശേഷിപ്പിച്ചത്. ചാൾസ് ഗേഡ് പോയിന്റഡ് ഔട്ട് ദാറ്റ് ദ ഫ്ലാഗ് ഡിനോട്ട്സ് എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് കേട്ടോ. നാനാത്വത്തിൽ ഏകത്വം എന്നാണ് അതിന്റെ മലയാളം വേർഡ്. അത് ഓർത്തു വെക്കുക. പിന്നെ ഈ ഒരു ഫ്ലാഗിന്റെ നീളവും വീതിയും ഇതിന്റെ റേഷ്യോ പരീക്ഷയ്ക്ക് ചോദിക്കാം. 3:2 ആണ് കേട്ടോ. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എന്താണ് കോപ്പറേറ്റീവ് ഫ്ലാഗ്, അതിന്റെ റേഷ്യോ ചോദിക്കാം കേട്ടോ. നീളത്തിന്റെയും വീതിയുടെയും അനുപാതം 3:2 ആണ്. പിന്നെ പരീക്ഷയ്ക്ക് നമ്പർ ഓഫ് സ്ട്രിപ്സ് ഇൻ ഫ്ലാഗ് ചോദിക്കാം. എത്രയാണ്? 6 ആണ്. ഓർത്തു വെക്കണേ. നമ്പർ ഓഫ് സ്ട്രിപ്സ് ഇൻ ഫ്ലാഗ് ചോദിക്കുവാണെങ്കിൽ 6 ആണ് കേട്ടോ. നമ്പർ ഓഫ് സ്ട്രിപ്സ് ഇൻ ഫ്ലാഗ് ചോദിക്കുവാണെങ്കിൽ എത്രയാണ്? 6 ആണ് കേട്ടോ. 6 ആണ്. അത് ഓർത്തു വെക്കുക. പിന്നെന്താണ്? റെഡ് കളർ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വേണേൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏറ്റവും മുകളിലത്തെ കളറാണല്ലോ ഫ്ലാഗിന്റെ. എന്താണ്? ഹ്യൂമാനിറ്റി ആണ്. പിന്നെ ബ്ലൂ കളർ ഉണ്ട്, ഡെമോക്രസി. പിന്നെന്താ? യെല്ലോ ഉണ്ട്. യെല്ലോ എന്താണ്? ഇക്വിറ്റി ആണ് കേട്ടോ. വയലറ്റിനെ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? ഫെൽറ്റ് നീഡ് ആണ് കേട്ടോ. അത് നിങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ ബ്ലൂ ആണെങ്കിൽ ജസ്റ്റിസ് ആണ്. പിന്നെ ഇൻഡിക്കോ ആണെങ്കിൽ ഹാർമണി ആണ്. ഗ്രീൻ ആണെങ്കിൽ എന്താണ്? യൂത്ത് ആൻഡ് ഗ്രോത്ത് ആണ്. പിന്നെ യെല്ലോ ചോദിക്കുവാണെങ്കിൽ ക്വാളിറ്റി ആൻഡ് ഹാപ്പിനെസ് ആണ് കേട്ടോ. അത് ഓർത്തു വെക്കുക. ഐഡിയൽ ഓഫ് ഫ്ലാഗ് ആണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. വയലറ്റ് ആണെങ്കിൽ ഫെൽറ്റ് നീഡ് ആണ്. ഇൻഡിക്കോ ആണെങ്കിൽ ഹാർമണി ആണ്. പിന്നെ ബ്ലൂ ആണെങ്കിൽ ജസ്റ്റിസ് ആണ്. ഗ്രീൻ ആണെങ്കിൽ യൂത്ത് ഗ്രോത്ത്. പിന്നെന്താ? യെല്ലോ ആണെങ്കിൽ ഇക്വാലിറ്റി ആൻഡ് ഹാപ്പിനെസ്. ഓറഞ്ച് ചോദിക്കുവാണെങ്കിൽ കറേജ് ആണ് കേട്ടോ. റെഡ് ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ച് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞു, റെഡ് ഹ്യൂമാനിറ്റി ആണ്, ബ്ലൂ ഡെമോക്രസി ആണ്, യെല്ലോ ഇക്വാലിറ്റി. അത് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്ലാഗ് ആണ് കേട്ടോ. ഫ്ലാഗിന്റെ മീനിങ്ങും സിഗ്നിഫിക്കൻസും ആണ്. റെഡിനെ സൂചിപ്പിക്കുന്നത് ഹ്യൂമാനിറ്റി, ബ്ലൂവിനെ സൂചിപ്പിക്കുന്നത് ഡെമോക്രസി, യെല്ലോയെ സൂചിപ്പിക്കുന്നത് ഇക്വിറ്റി ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. രണ്ടാമത് പറഞ്ഞത് ഐഡിയൽസ് ഓഫ് ഫ്ലാഗ് ആണ്. അത് വയലറ്റ് ആണെങ്കിൽ ഫെൽറ്റ് നീഡ് ആണ്. ഇൻഡിക്കോ ആണെങ്കിൽ ഹാർമണി ആണ്. ബ്ലൂ ആണെങ്കിൽ ജസ്റ്റിസ് ആണ്. ഗ്രീൻ ആണെങ്കിൽ യൂത്ത് ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ആണ്. പിന്നെ യെല്ലോ ആണെങ്കിൽ ഇക്വാലിറ്റി ആൻഡ് ഹാപ്പിനെസ് ആണ്. ഓറഞ്ച് ആണെങ്കിൽ കറേജ് ആണ്. പഠിക്കാൻ എളുപ്പമുണ്ട്. ഓറഞ്ച് കറേജ്. റെഡ് ആണെങ്കിൽ ഡൈനാമിക് ആൻഡ് ഫണ്ടമെന്റൽ ചേഞ്ച് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ആദ്യം മുതൽ ഒന്നും കൂടെ ഒന്ന് പറയാം, അത് ഓർത്തു വെക്കുക. എന്താണ്? അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് അല്ലെ. അതായത് കോപ്പറേറ്റീവ് വേൾഡ് വൈഡ് ഒപ്പെക്സ് ഓർഗനൈസേഷൻ കേട്ടോ. അത് നിങ്ങൾ ഓർത്തു വെക്കുക. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ലോകമെമ്പാടുമുള്ള സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ്. അത് ഓർത്തു വെക്കുക. എന്നാണ് നിലവിൽ വന്നത്? ഓഗസ്റ്റ് 18, 1895. ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ് ആണ് കേട്ടോ. പിന്നെന്താണ്? ICAയുടെ സുപ്രീം അതോറിറ്റി ചോദിക്കുവാണെങ്കിൽ എന്താണ്? ജനറൽ അസംബ്ലി ആണ്. പിന്നെന്താ? ICAയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ICAയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഒന്ന് ഓർത്തു നോക്കി. ആരാണ് ICAയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? ആരാണ്? ഓർത്തു നോക്കി. ആരാണ്? അർജന്റീനയിൽ നിന്നുള്ള ഏരിയൽ ഗ്വാർക്കോ ആണ് കേട്ടോ. അർജന്റീനയിൽ നിന്നുള്ള ഏരിയൽ ഗ്വാർക്കോ ആണ്. 2017 മുതൽ അദ്ദേഹം തന്നെയാണ്. പിന്നെ ICAയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ബ്രൂണോ റോളൻസ് ആണ്. അത് 16ാമത്തെ ഡയറക്ടർ ജനറൽ ആണ് ICAയുടെ കേട്ടോ. അത് ഓർത്തു വെക്കുക. പിന്നെന്താ? ICAയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണെങ്കിൽ ഡോം പോളിൻ ഗ്രീൻ ആണ് കേട്ടോ. UK കാരിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ICAയുടെ എക്സിക്യൂട്ടീവ് അംഗം ആരാന്ന് വെച്ചാൽ രാംദാസ് പന്തലു ആണ് കേട്ടോ. രാംദാസ് പന്തലു ആണ്. ICAയുമായി ഉള്ള ഒരു ബന്ധമുള്ള ഒരു സ്ഥാപനത്തെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അസോസിയേറ്റഡ് വിത്ത് ഒക്കെ ചോദിക്കുക. ആരാണ്? ഇൻഡോടെക് അല്ലെ. ഇൻഡോടെക് ഓർത്തു വെക്കണം. ഇൻഡോടെക് ആണ്. പിന്നെന്താ പറഞ്ഞത്?
ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആര് സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ ഓർത്തു വെക്കണം കേട്ടോ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്? IC ആണ് സ്ഥാപിച്ചത് കേട്ടോ. പിന്നെ ഏതാണ്? സീമാസ്, ICയുടെ വിദ്യാഭ്യാസ പരിപാടിയാണ്. അസോസിയേറ്റഡ് വിത്ത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ICയുടെ വിദ്യാഭ്യാസ പരിപാടിയാണ് കേട്ടോ. അതൊക്കെ ഓർത്തു വെക്കുക. ICയുടെ പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. സഹകരണ ട്രേഡ് ഡയറക്ടറി ഉണ്ട്, ICA ബുള്ളറ്റിനുണ്ട്. പിന്നെ ഒരു വിശേഷണമാണ് അംഗരാജ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള ലോകത്തിലെ രണ്ടാമത്തെ സംഘടന ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? IC ആണ് കേട്ടോ. പിന്നെ ICA റോപ്പ് അതിന് ഉദ്ഘാടനം ചെയ്ത ആരാണ്? നെഹ്റു ആണ്. 1960 എന്നായിരുന്നു? നവംബർ 14 കേട്ടോ. ഓർത്തു വെക്കുക. റോപ്പ് എന്ന് വെച്ചാൽ എന്താ? ROAP റീജിയണൽ ഓഫീസ് ഫോർ ഏഷ്യ പസഫിക് ആണ് കേട്ടോ. ബോണോ ഹൗസ് എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചാൽ IC അല്ല, ICA റോപ്പ് ആണെന്ന് ഓർത്തു വെക്കുക. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ICയുടെ ഫ്ലാഗ് അല്ലെ? ഫ്ലാഗ് 1921 നിലവിൽ വന്നത്. പിന്നെന്താണ്? ചാൾസ് ഗേഡ് ആണത് രൂപകൽപ്പന ചെയ്തത്. സജസ്റ്റ് ചെയ്തത് ആരാണ്? ബെർണാഡ് ഡോട്ട് ആണ്. പിന്നെന്താ പറഞ്ഞത്? നീളവും വീതിയും പറഞ്ഞു ഫ്ലാഗിന്റെ അല്ലെ? 3:2 ആണ് അതിന്റെ അനുപാതം. ഏറ്റവും മുകളിൽ റെഡും ഏറ്റവും താഴെ വയലറ്റും ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ മനസ്സിലാക്കി പോവുക. നോട്ട്സ് ഒക്കെ എഴുതി കുറിച്ച് അന്നുള്ള കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ചു പോവുക. അപ്പം കൃത്യമായിട്ട് പഠിക്കുക. നാളെ നമുക്ക് ബാക്കി ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് പോകണം. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കൃത്യമായിട്ട് എല്ലാ ടോപ്പിക്കും മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കുക, നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ.